പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ടോക്കിംഗ് ഓഫ് സയൻസ്, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ് അവയും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ഇവ പൂർണ്ണമായും കാണുന്നത് വിദ്യാർത്ഥികൾക്ക് വരും എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം questions under while we read. Question 1. Do you think that asking questions is fundamental to all scientific exploration? How do questions move science forward? ചോദ്യങ്ങൾ ചോദിക്കൽ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? എങ്ങനെയാണ് ചോദ്യങ്ങൾ ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്? Yes, asking questions is fundamental to scientific exploration. ശാസ്ത്രീയമായ പുരോഗതി, ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. Questions help scientists look for answers, make discoveries and understand how things work. ചോദ്യങ്ങൾ തീർച്ചയായും സയന്റിസ്റ്റുകളെ ആൻസേഴ്സ് കണ്ടെത്താൻ പ്രേരിപ്പിക്കും. അതുവഴി പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാകുന്നോ, ഓരോ കാര്യവും എങ്ങനെയാണ് നടക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരം അന്വേഷിക്കുന്നതും ശാസ്ത്രജ്ഞർക്ക് സഹായകരമാകും. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കും. Question 2. Curiosity is at the heart of science. Do you agree? Curiosity, ജിജ്ഞാസ, കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, ഇത് ശാസ്ത്രത്തിന്റെ ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം എന്നുള്ള ആ തത്വത്തോട്, ക്യൂരിയോസിറ്റി ശാസ്ത്രത്തിന്റെ ഹൃദയം തന്നെയാണ് എന്ന തത്വത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? യെസ്, ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ്. തീർച്ചയായും ക്യൂരിയോസിറ്റി, അതിന്റെ സ്ഥാനം ശാസ്ത്രത്തിന്റെ ഹൃദയത്തിൽ തന്നെയാണ്. ഇറ്റ് മേക്സ് സയന്റിസ്റ്റ് വണ്ടർ ഹൗ തിങ്സ് വർക്ക് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓരോ വസ്തുവും ഓരോ കാര്യവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ പിന്നിലെ ആ പ്രവർത്തന ശക്തി എന്താണെന്ന് അറിയാൻ ശാസ്ത്രജ്ഞർക്ക് ജിജ്ഞാസയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ക്യൂരിയോസിറ്റിയാണ് അവരെ കൊണ്ട് ചോദിപ്പിക്കുന്നതും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതും. വിച്ച് ലീഡ് ദം ടു ന്യൂ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യൂരിയോസിറ്റി സയന്റിസ്റ്റുകളെ പുതിയ കണ്ടെത്തലുകളിലേക്കും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും നയിക്കും. Question 3. How does observation help us understand natural phenomena? പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒബ്സർവേഷൻ, ശക്തമായ നിരീക്ഷണം എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത്? ഒബ്സർവേഷൻ ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ഹൗ നേച്ചർ ഫങ്ഷൻസ്. പ്രകൃതി അതിൻ്റെ ഓരോ മേഖലകളിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിരീക്ഷണമാണ് നമ്മെ സഹായിക്കുന്നത്. ബൈ കെയർഫുള്ളി സ്റ്റഡിയിങ് ഇറ്റ്സ് പാറ്റേൺസ് ആൻഡ് ചേഞ്ചസ്. പ്രകൃതിയുടെ ഘടനയെയും അതിൻ്റെ മാറ്റങ്ങളെയുമൊക്കെ ശ്രദ്ധാപൂർവമുള്ള പഠന വിധേയമാക്കിക്കൊണ്ട്, നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് us നോട്ടീസ് അൺയൂഷ്വൽ ഇവന്റ്സ് ആൻഡ് ഫൈൻഡ് their causes. പ്രകൃതിയിലെ അസാധാരണമായ സംഭവങ്ങളെ നിരീക്ഷിക്കാനും അവയുടെ കാരണങ്ങൾ കണ്ടെത്താനും നമ്മെ സഹായിക്കുന്നതും ഒബ്സർവേഷൻ, ശക്തമായ നിരന്തരമായ നിരീക്ഷണമാണ്. Question 4. What are the unsolved mysteries you would like to solve with the help of science? ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത, പരിഹരിക്കപ്പെടാത്ത നിഗൂഢതകൾ ശാസ്ത്രത്തിന്റെ സഹായത്താൽ പരിഹരിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതൊക്കെയാണ്? I would like to find solutions for problems like climate change, viral diseases and human-animal conflicts. Climate change, കാലാവസ്ഥാ വ്യതിയാനം, viral diseases, ധാരാളമായിട്ടുള്ള ഭീകരമായിട്ടുള്ള വൈറൽ രോഗങ്ങൾ, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള തീർത്താൽ തീരാത്ത സംഘട്ടനം, പോരാട്ടം, ഇവയ്ക്കൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Question 5. Do you want to become a scientist? How will you equip yourself for this? താങ്കൾക്കൊരു സയന്റിസ്റ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിനുവേണ്ടി താങ്കൾ എങ്ങനെയാണ് സ്വയം തയ്യാറാവുക? ഇത് തീർത്തും വ്യക്തിപരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ വിദ്യാർത്ഥിക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. ഒരു പൊതുവായ മോഡൽ ആൻസർ എന്ന നിലയിലാണ് ഇവിടെ ആൻസർ നൽകുന്നത്.
യെസ്, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ സയന്റിസ്റ്റ്. അതെ, എനിക്കൊരു സയന്റിസ്റ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വിൽ സ്റ്റഡി ഹാർഡ്. അതിനുവേണ്ടി ഞാൻ കഠിനമായി പഠിക്കും. സ്റ്റേ ക്യൂരിയസ്. എപ്പോഴും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും ജിജ്ഞാസയും നിലനിർത്തും. ആസ്ക് ക്വസ്റ്റ്യൻസ്. അറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ധൈര്യപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കും. ആൻഡ് ലേൺ സയന്റിഫിക് മെത്തേഡ്സ്. ശാസ്ത്രീയ രീതികളെക്കുറിച്ചൊക്കെ പഠനം നടത്തും. Again, a few more questions under Let's Rewind. Question 1. Books remain a source of reliable information, unlike most of what we get online. Do you agree? Give reasons. ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ വിവരങ്ങളെക്കാൾ ഉപരിയായി, അതിനേക്കാളൊക്കെ കൂടുതലായി പുസ്തകങ്ങളാണ് ഇപ്പോഴും കൂടുതൽ റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ആശ്രയിക്കാൻ, വിശ്വസിക്കാൻ പറ്റുന്ന വിവരത്തിന്റെ ഉറവിടമായി പുസ്തകങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ തത്വത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കാരണം പറയുക. യെസ്, ബുക്സ് ആർ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ. പുസ്തകങ്ങൾ തന്നെയാണ് ഇന്നും നമുക്ക് റിലയബിൾ ആയിട്ടുള്ള, ആശ്രയിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷന്റെ സോഴ്സ്, വിവരത്തിന്റെ ഉറവിടം. ബിക്കോസ് ദേ ആർ റിട്ടൺ ബൈ സ്കോളേഴ്സ് ആഫ്റ്റർ കെയർഫുൾ റിസർച്ച് ആൻഡ് ചെക്കിംഗ്. കാരണം പുസ്തകങ്ങൾ മിക്കപ്പോഴും രചിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ ശ്രദ്ധാപൂർവമുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ചെക്കിംഗ്, പരിശോധനകളുമൊക്കെ നടത്തിയതിനു ശേഷമാണ് പുസ്തക രൂപത്തിലേക്ക് അവരുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വേറാസ് ഓൺലൈൻ ഇൻഫർമേഷൻ ഈസ് ഓഫൻ കാഷ്വൽ. എന്നാൽ നേരെ മറിച്ച് ഓൺലൈനിൽ ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ വളരെ കാഷ്വൽ ആയിരിക്കാം, അത്ര ശ്രദ്ധയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നതായിരിക്കില്ല. മേ കണ്ടെയ്ൻ എറേഴ്സ്. അതുകൊണ്ട് തന്നെ ധാരാളം എറേഴ്സ്, തെറ്റുകൾ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. മാത്രവുമല്ല, ആൻഡ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ് ബൈ അതേഴ്സ്. വളരെ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് തിരുത്താൻ സാധിക്കുന്നതുമായിരിക്കും ഓൺലൈൻ ഇൻഫർമേഷൻ. Question 2. How does asking questions help in developing our understanding? കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മുടെ മനസ്സിലാക്കൽ, അറിയാനുള്ള ആ കഴിവ്, അത് ഡെവലപ്പ് ചെയ്യുന്നതിൽ, പുരോഗതിപ്പെടുന്നതിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള പ്രക്രിയ എങ്ങനെയാണ് സഹായകരമാകുന്നത്? ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഹെൽപ്സ് us think and learn why things happen. എന്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഓരോ രീതിയിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രക്രിയ നമ്മെ സഹായിക്കും. When we ask questions, we look for answers by watching, testing and learning. നാം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ അവയുടെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കും. ബൈ വാച്ചിങ്, കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും, ടെസ്റ്റിംഗ്, പരിശോധിച്ചുകൊണ്ടും, ആൻഡ് ലേണിംഗ്, കൂടുതൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടും. ദിസ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബെറ്റർ. ഇങ്ങനെയാണ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രക്രിയ നമ്മെ കൂടുതൽ സഹായിക്കുന്നത്. Question 3. Why does Dr. Ajit Parameswaran say that anyone can become a scientist? എന്തുകൊണ്ടാണ് ഡോക്ടർ അജിത് പറയുന്നത് ഏതൊരാൾക്കും ഒരു സയന്റിസ്റ്റ് ആകാമെന്ന്? Dr. Ajit means that anyone who works hard, stays curious, asks questions and tries to find answers can become a scientist. ഡോക്ടർ അജിത് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള, ക്യൂരിയസ് ആയിട്ട് മനസ്സിനെ നിലനിർത്താൻ തയ്യാറുള്ള, ചോദ്യങ്ങൾ ചോദിക്കാനും അത്തരം ചോദ്യങ്ങളുടെ ആൻസേഴ്സ് കണ്ടെത്താൻ പരിശ്രമിക്കാനും തയ്യാറുള്ള ഏതൊരു വ്യക്തിക്കും സയന്റിസ്റ്റ് ആകാൻ സാധിക്കുമെന്നാണ്. He believes that great scientists can come from any place or background. ഏതൊരു സ്ഥലത്ത് നിന്നും, ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നും ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഗ്രേറ്റ് സയന്റിസ്റ്റായി ഉയർന്നു വരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. Question 4. What, in your opinion, are the essential qualities of a good scientist? Mention any two. ഒരു നല്ല സയന്റിസ്റ്റിന്റെ അത്യാവശ്യമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും രണ്ടെണ്ണം പറയുക. എ ഗുഡ് സയന്റിസ്റ്റ് മസ്റ്റ് ബി ക്യൂരിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നറിയാനുള്ള ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, അങ്ങനെയുള്ള ക്യൂരിയസ് ആയിട്ടുള്ളൊരു വ്യക്തി. എന്നാൽ അതോടൊപ്പം തന്നെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ കഠിനമായി അധ്വാനിക്കാൻ തയ്യാറുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് ഒരു സയന്റിസ്റ്റിന്റെ നല്ല രണ്ട് ഗുണങ്ങളാണ്. ടു ബിക്കം ക്യൂരിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ദീസ് ക്വാളിറ്റീസ് മേക്ക് ദം ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങളാണ്
സയന്റിസ്റ്റുകളെ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. സെർച്ച് ഫോർ ആൻസേഴ്സ്. അങ്ങനെ കഠിനാധ്വാന മനോഭാവമുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങളുടെ ആൻസേഴ്സ് കണ്ടെത്താൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. ആൻഡ് കീപ് ലേണിംഗ് ആൻഡ് ഡിസ്കവറിങ്. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടേയിരിക്കും, കൂടുതൽ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഈവൻ വെൻ ദേ ഫേസ് ഫെയിലിയേഴ്സ്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ പരാജയപ്പെട്ടാലും ഉപേക്ഷ വരുത്താതെ വീണ്ടും വീണ്ടും അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതാണ് സയന്റിസ്റ്റുകൾക്കുണ്ടാകേണ്ട വളരെ അടിസ്ഥാനപരമായ 2 ക്വാളിറ്റീസ്: ക്യൂരിയോസിറ്റി ആൻഡ് ഹാർഡ് വർക്ക്. Question 5. Do you now agree that science is entirely different from mere opinion? Why? തീർത്തും കേവലമായ അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാര്യമാണ് സയൻസ് എന്ന് നിങ്ങൾ ഇപ്പോൾ സമ്മതിക്കുമോ? എന്തുകൊണ്ട്? യെസ്, സയൻസ് ഈസ് ബേസ്ഡ് ഓൺ പ്രൂഫ് ആൻഡ് റീസണിങ്. സയൻസ് എന്നുള്ളത് തെളിവുകളും യുക്തിയും അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. വൈൽ ഒപ്പീനിയൻസ് ആർ ബിലീവ്സ് വിതൗട്ട് എവിഡൻസ്. എന്നാൽ ഒപ്പീനിയൻസ്, കേവലമായ അഭിപ്രായങ്ങൾ എന്നുള്ളത് ഒരു തെളിവുമില്ലാത്ത വെറും വിശ്വാസങ്ങൾ മാത്രമാണ്. സയന്റിഫിക് ഐഡിയാസ് ക്യാൻ ബി ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ത്രൂ എക്സ്പെരിമെന്റ്സ്. ശാസ്ത്രീയമായ ആശയങ്ങൾ നമുക്ക് തെളിവ് നിരത്തിക്കൊണ്ട് പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി തെളിയിക്കാൻ സാധിക്കും. ബട്ട് അൺഫൗണ്ടഡ് ഒപ്പീനിയൻസ് ഹാവ് നോ പ്രൂഫ്. എന്നാൽ ഒരു തെളിവുമില്ലാത്ത, അടിസ്ഥാനപരമല്ലാത്ത അഭിപ്രായങ്ങൾക്ക് യാതൊരു തെളിവും ഉണ്ടായിരിക്കില്ല. നമുക്കത് തെളിയിക്കാനും സാധ്യമല്ല. അവ കേവലം വിശ്വാസങ്ങൾ മാത്രമാണ്. Now, activities. The first activity under Let's Recall and Recreate. Let's now consider the features of a good interview. നമ്മുടെ ഈ ലെസൺ തന്നെ ഒരു ഇന്റർവ്യൂ ആണെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയതാണ്. ഇനി ഒരു ഗുഡ് ഇന്റർവ്യൂ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ അതിന്റെ ഫീച്ചേഴ്സ്, ഘടകങ്ങൾ. ആദ്യ പോയിന്റ്, റാപ്പോ ബിറ്റ്വീൻ ഇന്റർവ്യൂവർ ആൻഡ് ഇന്റർവ്യൂയി. ഇന്റർവ്യൂ ചെയ്യുന്ന, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ അഥവാ ഇന്റർവ്യൂവർ, ദെൻ ഇന്റർവ്യൂയി. ആരെയാണോ നാം ഇന്റർവ്യൂ ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തി, നമ്മുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്ന വ്യക്തി ഇന്റർവ്യൂയി. ഇവർക്കിടയിൽ ഒരു റാപ്പോ ഉണ്ടായിരിക്കണം, പരസ്പര ബഹുമാനമുള്ള ഒരു നല്ല റിലേഷൻ. ഈ വേർഡ് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ, റാപ്പോ. ഇതിൽ അവസാന റ് സൗണ്ടുകൾ സൈലന്റ് ആയിരിക്കും. റാപ്പോ ബിറ്റ്വീൻ ഇന്റർവ്യൂവർ ആൻഡ് ഇന്റർവ്യൂയി. നല്ല ഒരു റിലേഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. ദെൻ കോൺവെർസേഷണൽ സ്റ്റൈൽ. ഇന്റർവ്യൂവിൽ നാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് റെസ്പോൺസ്, പ്രതികരിക്കുന്നു. ഇതൊരു കോൺവെർസേഷണൽ സ്റ്റൈൽ ആയിരിക്കണം, ഒരു സംഭാഷണ ശൈലിയിലായിരിക്കണം ഇന്റർവ്യൂ നടത്തേണ്ടത്. ക്ലിയർ ആൻഡ് ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ്. വളരെ വ്യക്തമായ, ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കേണ്ടത്. ഓണസ്റ്റ് ആൻഡ് തോട്ട്ഫുൾ ആൻസേഴ്സ്. റെസ്പോൺസ് ഓർ ആൻസേഴ്സ് പറയുമ്പോഴും ശ്രദ്ധിക്കണം, വളരെ സത്യസന്ധമായ, അർത്ഥപൂർണമായ ആൻസേഴ്സ് ആകണം നൽകേണ്ടത്. ലോജിക്കൽ ഫ്ലോ ഓഫ് ഐഡിയാസ്. നാം എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ചോദ്യങ്ങൾക്ക് പരസ്പരം ഒരു ബന്ധമുണ്ടായിരിക്കണം. പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാകരുത് ചോദ്യങ്ങൾ. പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ടോൺ. ഈ ടോട്ടൽ ഇന്റർവ്യൂവിന് വളരെ മാന്യമായ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബഹുമാനം കാണിക്കുന്ന ഒരു ധ്വനിയായിരിക്കണം ഉണ്ടാകേണ്ടത്. പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ടോൺ. ദെൻ ഇഫക്റ്റീവ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ കൺക്ലൂഷൻ. ഇന്റർവ്യൂ അവസാനിക്കേണ്ടത് വളരെ ഫലവത്തായ, അർത്ഥപൂർണമായ രീതിയിലായിരിക്കണം. നെക്സ്റ്റ്, ആക്ടിവിറ്റി ബി. Now prepare a few relevant questions for an interview with a prominent person in your locality. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോമിനന്റ് പേഴ്സൺ, അയാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കാൻ പര്യാപ്തമായിട്ടുള്ള, റെലവന്റ് ആയിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഇവിടെ ഏതാനും മോഡൽ ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയത് ശ്രദ്ധിക്കുക. ഏതൊരു ഇന്റർവ്യൂവിലും നമുക്ക് ചോദിക്കാവുന്ന റെലവന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണിവ, സമയോചിതമായ. Could you please tell us something about your early life? നിങ്ങളുടെ ഏർലി ലൈഫ്, ആദ്യകാല ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? How was your school days? നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു? What inspired you to choose your career? താങ്കളുടെ ഇപ്പോഴത്തെ ഈ തൊഴിൽ, ഈ കരിയർ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ എന്ത് കാര്യമാണ് പ്രേരിപ്പിച്ചത്? What are the biggest challenges you have faced in your journey? നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തൊക്കെയാണ്? How do you think your work benefits the local community?
നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ പ്രദേശത്തെ, നിങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിക്ക് ഏതൊക്കെ രീതിയിലാണ് ഗുണം ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു യങ് പീപ്പിൾ ഹു വിഷ് ടു ഫോളോ യു? നിങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ്? നിങ്ങളുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഏത് ഇന്റർവ്യൂവിലും നമുക്ക് റെലവൻ്റ് ആയി ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2, ഗോ ത്രൂ ദ ഫോളോയിങ് നോട്ടീസ്. ഇവിടെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു, അത് വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ഒരു നോട്ടീസിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കണം എന്നാണ് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന നോട്ടീസ് പരിശോധിക്കുമ്പോൾ ആദ്യം നോട്ടീസ് എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ നൽകിയത് ശ്രദ്ധിക്കുക. ശേഷം ഒരു സ്കൂൾ നെയിം നൽകിയിരിക്കുന്നു, HSS മാൽഗുഡി എന്നിങ്ങനെ. അതായത് ഏത് സ്കൂൾ അല്ലെങ്കിൽ സ്ഥാപനമാണ് നോട്ടീസ് ഇറക്കുന്നത് എന്ന സ്കൂളിന്റെ പേരാണ്, സ്ഥാപനത്തിന്റെ പേരാണ് അവിടെ നൽകിയിരിക്കുന്നത്. ദെൻ ഇനോഗ്രേഷൻ ഓഫ് ദ ലൈബ്രറി ബിൽഡിംഗ് എന്നിങ്ങനെ പ്രോഗ്രാം, അത് ഒരു ഹെഡിങ് ആയി നൽകിയിരിക്കുന്നു. ഈ നോട്ടീസിന്റെ ഹെഡിങ് ആണ് ആ പ്രോഗ്രാം നെയിം. ദെൻ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് എന്നിങ്ങനെ ഓഡിയൻസിനെ സല്യൂട്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, ബോഡി ഓഫ് ദി നോട്ടീസ്. നോട്ടീസിൽ അടങ്ങുന്ന പ്രധാന സന്ദേശം, മെസ്സേജ്. ദി ഇനോഗ്രേഷൻ ഓഫ് ദ ന്യൂ ലൈബ്രറി ബിൽഡിംഗ് ഈസ് ഷെഡ്യൂൾഡ് ആസ് ഡീറ്റെയിൽഡ് ബിലോ. ഡേറ്റ്, ടൈം, വെന്യൂ. The inaugural ceremony will be followed by a digital display of rare books എന്നിങ്ങനെയാണ് ഇവിടെ ബോഡി ഓഫ് ദ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് നോട്ടീസിലെ പ്രധാന സന്ദേശം, അതിൽ എന്താണ് പ്രോഗ്രാം, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ നോട്ടീസ്, പ്രോഗ്രാം, ഡേറ്റ്, ടൈം, വെന്യൂ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഇൻവിറ്റേഷൻ സെന്റൻസും നൽകിയിരിക്കുന്നു. All students, teachers and parents are cordially invited to the function എന്നിങ്ങനെ. ഇത് കഴിഞ്ഞ് നോട്ടീസിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പ്ലേസ് ആൻഡ് ഡേറ്റ്, എവിടെയാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ദി ഇഷ്യൂവൻസ് ഓഫ് ദി നോട്ടീസ്, ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണത്. പ്രോഗ്രാം ഡേറ്റ് നേരത്തെ നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസിൽ 2 ഡിസംബർ 2024 എന്നിങ്ങനെയാണ് പ്രോഗ്രാം ഡേറ്റ്. അതിൻ്റെ വെൽ ഇൻ അഡ്വാൻസ്, ഒരുപാട് ദിവസങ്ങൾ മുന്നെയാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത്. 15 നവംബർ 2024 എന്നിങ്ങനെ ഡേറ്റ് ഓഫ് ഇഷ്യൂ നൽകിയിരിക്കുന്നു. ശേഷം ഓപ്ഷണലായിട്ട് ഒരു ഒഫീഷ്യൽ സീൽ, ഒരു ആധികാരികത വരുത്താൻ വേണ്ടി ഓപ്ഷണലാണ്. ദെൻ അത് കഴിഞ്ഞ് ഈ നോട്ടീസ് ഇറക്കുന്ന അതോറിറ്റിയുടെ നെയിം, ഡെസിഗ്നേഷൻ, സിഗ്നേച്ചർ, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അതായത് ഈ നോട്ടീസ് ഇറക്കുന്നതിന് ഒരു അധികാരി വേണം. ആരാണത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ പറയണം. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് എ നോട്ടീസ്? എന്ത് ഉദ്ദേശത്തിലാണ് നോട്ടീസുകൾ സാധാരണ ഇറക്കാറുള്ളത്? എന്താണ് ഒരു നോട്ടീസിന്റെ പേർപ്പസ്? ദ പേർപ്പസ് ഓഫ് എ നോട്ടീസ് ഈസ് ടു ഗിവ് ക്ലിയർ ആൻഡ് ബ്രീഫ് ഇൻഫർമേഷൻ ടു പീപ്പിൾ അബൌട്ട് സംതിങ് ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും പ്രധാന കാര്യത്തെക്കുറിച്ച് വളരെ ക്ലിയറായ, വ്യക്തമായ ആൻഡ് ബ്രീഫ്, ചുരുങ്ങിയ രൂപത്തിലുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സാധാരണഗതിയിൽ നോട്ടീസുകൾ പബ്ലിഷ് ചെയ്യാറുള്ളത്. നോട്ടീസസ് ആർ ഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. വളരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതി തന്നെയാണ് നോട്ടീസ്. ദേ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് സം ഇമ്പോർട്ടൻസ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നോട്ടീസുകളിലൂടെ അറിയിക്കുന്നത്. Here are some other kinds of notices. പല തരത്തിലുള്ള നോട്ടീസുകളുണ്ട്. ഏതാനും ഇനം ഇവിടെ പരിചയപ്പെടുത്തുന്നു. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്, പത്രപരസ്യങ്ങൾ പോലെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതോ തിരിച്ചു കിട്ടിയതോ ആയ പരസ്യങ്ങൾ അവ നോട്ടീസ് രൂപത്തിൽ ഇറക്കാറുണ്ട്. ചേഞ്ച് ഓഫ് നെയിം, ചില വ്യക്തികളുടെ ഒഫീഷ്യലായിട്ടുള്ള പേരു മാറ്റങ്ങൾ. വാർണിംഗ്, ചില മുന്നറിയിപ്പുകൾ. കമൻസ്മെന്റ് ഓഫ് ഇവന്റ്സ്, ചില ഇവന്റുകൾ, പ്രോഗ്രാമുകൾ, അതിൻ്റെ ആരംഭത്തെക്കുറിച്ച്, അത് തുടങ്ങുന്നതിനെ കുറിച്ച്. ഇൻവിറ്റേഷൻ ടു ഇവന്റ്സ്, പലതരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക്, ഇവന്റുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് ഒക്കെ നോട്ടീസുകൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ കളക്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോട്ടീസസ്, അനലൈസ് ദം ആൻഡ് ക്ലാസിഫൈ ദം ബൈ ടൈപ്പ്. ഇനി വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള നോട്ടീസുകൾ കളക്ട് ചെയ്യുക, എന്നിട്ട് അവയുടെ രീതിക്കനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് അവയുടെ ടൈപ്പ്, അതിലെ വിഷയം, ഇതിനനുസരിച്ച് ഇവ തരംതിരിക്കുക. Then next,
വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് എ നോട്ടീസ് ഡിസ്കസ്. ഒരു നോട്ടീസിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ സൂചന നൽകിയിട്ടുണ്ട്. ഒരു നോട്ടീസിന് ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, അതിനൊരു ലക്ഷ്യം. ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ഇൻഫർമേഷൻ, വളരെ വ്യക്തമായ നേരിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനായിരിക്കണം ഒരു നോട്ടീസ്. നോട്ടീസിലൂടെ വളരെ വ്യക്തമായ ഒരു അറിവ് നമുക്ക് ലഭിക്കണം. ദെൻ ഫോർമൽ ടോൺ, പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ്, അതിലുപയോഗിക്കുന്ന ഭാഷ വളരെ പൊളൈറ്റ് ആയിരിക്കണം, മാന്യമായിരിക്കണം. അതോടൊപ്പം തന്നെ ആളുകൾക്ക് വളരെ റെസ്പെക്ട് തോന്നിക്കുന്ന രൂപത്തിൽ വളരെ ഫോർമൽ ആയിട്ടുള്ള ഭാഷയായിരിക്കണം അതിൽ ഉപയോഗിക്കേണ്ടത്. കീ ഡീറ്റെയിൽസ്, പ്രധാന വിശദീകരണങ്ങൾ നോട്ടീസിലുണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഡേറ്റ്, ടൈം, വെന്യൂ, പേർപ്പസ് എറ്റ്സെട്ര. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ ഡേറ്റും ടൈമും അതിൻ്റെ ലൊക്കേഷൻ, വെന്യൂ, പേർപ്പസ്, എന്താണ് ആ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോട്ടീസിൽ ഉൾപ്പെടണം. മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഒരു ഫീച്ചർ, ബ്രെവിറ്റി ആൻഡ് ക്ലാരിറ്റി. വളരെ ചുരുങ്ങിയ രൂപത്തിൽ, ബ്രെവിറ്റി മീൻസ് അത് ബ്രീഫ് ആയിരിക്കണം, ആൻഡ് ക്ലാരിറ്റി വളരെ ക്ലിയറുമായിരിക്കണം. ഷുഡ് ബി ബ്രീഫ് ആൻഡ് സിമ്പിൾ, ക്ലിയർ. ദെൻ ടൈംലിനെസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ടൈംലിനെസ്, ഇഷ്യൂഡ് വെൽ ഇൻ അഡ്വാൻസ്, അതിൽ പറയുന്ന പ്രോഗ്രാമിൻ്റെ മുന്നേ വെൽ ഇൻ അഡ്വാൻസ്, ഇഷ്ടംപോലെ സമയം ലഭിക്കുന്ന രൂപത്തിലായിരിക്കണം നോട്ടീസ് പബ്ലിഷ് ചെയ്യേണ്ടത്. ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടി അവർക്ക് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരാനോ അതുമായിട്ട് ആക്ഷൻ എന്തെങ്കിലും സ്വീകരിക്കാനോ വേണ്ടത്ര സമയം ലഭിക്കുന്ന രൂപത്തിൽ ടൈംലിനെസ് നൽകിയിരിക്കണം. ദെൻ അതോറിറ്റി വേണം, ഒരാധികാരികത നോട്ടീസിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വിത്ത് സീൽ ഓർ സൈൻ, ഈ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ നെയിം, ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഓർ സീൽ, ഇതൊക്കെ അഭികാമ്യമാണ്. Now next, here is the format of a program notice. ഇവിടെ ഒരു പ്രോഗ്രാം നോട്ടീസിന്റെ ഫോമാറ്റ് നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഇറ്റ് ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ നോട്ടീസ്. ഒരു നോട്ടീസിൽ അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോമാറ്റ് കംപ്ലീറ്റ് ചെയ്യുക. നേരത്തെ നാം മനസ്സിലാക്കിയതാണ്. ആദ്യം നോട്ടീസ് എന്നുള്ള ഒരു ടൈറ്റിൽ നൽകിയിരിക്കുന്നു. ശേഷം ഏതാണ് സ്ഥാപനം എന്നുള്ളത് പറയണം. ഏത് സ്കൂളോ ക്ലബോ ഏത് ഓർഗനൈസേഷനാണ് നോട്ടീസ് ഇറക്കുന്നത് എന്നാണ് പറയേണ്ടത്. ഓർഗനൈസേഷൻ, സ്കൂൾ, ക്ലബ് ഓർ എനി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എറ്റ്സെട്ര. ദെൻ ഹെഡിങ് ആണ് മൂന്നാമത്. അത് ഏത് പ്രോഗ്രാമിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇവന്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ, ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന സല്യൂട്ടേഷൻ ആണ് വേണ്ടത്. ശേഷം ബോഡി ഓഫ് ദ നോട്ടീസ്, പ്രധാന ഭാഗമാണിത്. ഇവിടെയാണ് നമ്മൾ ഈ നോട്ടീസിന്റെ പേർപ്പസ് എന്താണെന്നും ഡേറ്റ്, ടൈം, വെന്യൂ തുടങ്ങിയ കാര്യങ്ങളും വിശദീകരിക്കുന്നത്. ശേഷം ഇൻവിറ്റേഷൻ, നമുക്ക് ഇതിലേക്ക് പ്രോഗ്രാമിലേക്ക് ഓഡിയൻസിനെ നാം ഇൻവൈറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു സെന്റൻസ് കൂടെ ഉൾപ്പെടും, ഇൻവിറ്റേഷൻ സെന്റൻസ്. ശേഷം പ്ലേസ് ആൻഡ് ഡേറ്റ്, എവിടെയാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആ പ്ലേസ്, അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് നോട്ടീസ്, പ്രോഗ്രാം ഡേറ്റ് അല്ല, നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്. ശേഷം അതോറിറ്റിയുടെ സീൽ, ദെൻ ഡെസിഗ്നേഷൻ, ഇഷ്യൂയിങ് അതോറിറ്റി, നെയിം, ഡെസിഗ്നേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ശേഷം വേണ്ടത്. ഇനി വാട്ട് യു എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ദ ബോഡി ഓഫ് എ നോട്ടീസ്. ഒരു നോട്ടീസിന്റെ ബോഡിയിൽ, ബോഡി ഓഫ് ദ നോട്ടീസ് എന്നുള്ള ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദ പേർപ്പസ് ഓഫ് ദ നോട്ടീസ്, എന്താവശ്യത്തിനാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് ആ പേർപ്പസ് അവിടെ കണ്ടേക്കാം. ദെൻ ദ ഡേറ്റ്, ടൈം ആൻഡ് ദ പ്ലേസ് ഓഫ് ദി ഇവന്റ് അഥവാ വെന്യൂ, ഈ കാര്യങ്ങളും അവിടെ നമുക്ക് ലഭ്യമാക്കും. ദെൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ചീഫ് ഗസ്റ്റ്, പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇവന്റിൽ ഏതെങ്കിലും ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ചുള്ള വിശദീകരണം അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് അതർ ഹൈലൈറ്റ്സ് ഓഫ് ദ പ്രോഗ്രാം, അതോടൊപ്പം തന്നെ നോട്ടീസിൽ പറയുന്ന പ്രോഗ്രാമിന്റെ മറ്റ് ഹൈലൈറ്റ്സ്, അതിലെ പ്രധാന കാര്യങ്ങളും അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരിക്കും. Activity E. As the secretary of the science club of your school, you plan to conduct a science exhibition. Prepare a notice giving details of the program. നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബ് സെക്രട്ടറി എന്ന നിലയിൽ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സയൻസ് എക്സിബിഷനുമായി ബന്ധപ്പെട്ട
ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന ഒരു നോട്ടീസ് തയ്യാറാക്കുക. നാം നോട്ടീസ് ഫീച്ചേഴ്സ് മനസ്സിലാക്കിയതാണ്. ആദ്യം നോട്ടീസ് എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ നൽകിയിരിക്കുന്നു. ശേഷം ഏതാണ് സ്കൂൾ അല്ലെങ്കിൽ ഏതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുക. ഇവിടെ നാം ഒരു സ്കൂൾ നെയിം നൽകിയിരിക്കുന്നു. സയൻസ് ക്ലബ് ABC സ്കൂൾ കണ്ണൂർ എന്നിങ്ങനെ. ദെൻ ഹെഡിങ് ഓഫ് ദ നോട്ടീസ്, അത് പ്രോഗ്രാം തന്നെയാണ്. സയൻസ് എക്സിബിഷൻ 2025 എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ശേഷം സല്യൂട്ടേഷൻ, ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്ന സല്യൂട്ടേഷൻ ഫ്രേസ്. ഇതൊരു സ്കൂൾ പ്രോഗ്രാം ആയതുകൊണ്ട് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് നൽകിയിരിക്കുന്നു. ശേഷം ബോഡി ഓഫ് ദ നോട്ടീസ്, ഇതിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പേർപ്പസ്, ഡേറ്റ്, ടൈം, വെന്യൂ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടേണ്ടത്. ദ സയൻസ് ക്ലബ് ഓഫ് ABC സ്കൂൾ കണ്ണൂർ ഹാസ് ഡിസൈഡഡ് to conduct a science exhibition showcasing students' creativity and experiments. The exhibition will be inaugurated by Mr. Ashok Kumar, scientist, ISRO Center. എന്നിങ്ങനെ ഒരു ചീഫ് ഗസ്റ്റിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ഈ ബോഡി ഓഫ് ദ നോട്ടീസിൽ വിശദീകരിച്ചിരിക്കുന്നു. ദെൻ ഡേറ്റ് 20th October, ടൈം 10 AM, വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഇത്രയും കഴിഞ്ഞ് ഒരു ഇൻവിറ്റേഷൻ സെന്റൻസ് കൂടെ നോട്ടീസിൽ ഉൾപ്പെടുത്തുന്നു. All are invited to visit the exhibition and encourage our young science enthusiasts എന്നിങ്ങനെ. ശേഷം പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ദ നോട്ടീസ്, കണ്ണൂർ 10th October 2025. Then authorizing seal, then secretary, authority of the notice, secretary, science club, ABC school എന്നിങ്ങനെ. Next, activity 3. Human animal conflicts and extreme weather events such as flash floods and landslides are on the increase today. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടം, അതിരൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനം, ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പൊടുന്നനെ ഉണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ആൻഡ് ലാൻഡ്സ്ലൈഡ്സ്, ഉരുൾപൊട്ടൽ, ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Now, try to list some of the probable causes of these events. ഇത്തരം ദുരന്തങ്ങൾക്കിടയാക്കുന്ന ചില കാരണങ്ങളെങ്കിലും ഇവിടെ ലിസ്റ്റ് ചെയ്യുക. മിസ്യൂസ് ഓഫ് ലാൻഡ്, ഭൂമിയുടെ ദുരുപയോഗം, സച്ച് ആസ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻസ്, അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം, ക്ലൈമറ്റ് ചേഞ്ച്, അതിരൂക്ഷമായ കാലാവസ്ഥ വ്യതിയാനം. ഹ്യൂമൻ എൻക്രോച്ച്മെന്റ് ഇൻ ടു ഫോറസ്റ്റ് ബൈ ഡെസ്ട്രോയിങ് ആനിമൽ ഹാബിറ്റാറ്റ്സ്, മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് മനുഷ്യരുടെ വനത്തിലേക്കുള്ള എൻക്രോച്ച്മെന്റ്, കടന്നുകയറ്റം. കൺസ്ട്രക്ഷൻസ് ഓഫ് ഡാംസ്, ബ്ലോക്കിംഗ് റിവേഴ്സ് ആൻഡ് നാച്ചുറൽ വാട്ടർ ഫ്ലോ, സ്വാഭാവികമായ നീരൊഴുക്ക്, നദി, ഇതെല്ലാം തടഞ്ഞുകൊണ്ടുള്ള ഡാം നിർമ്മാണം. ഇതൊക്കെ എക്സ്ട്രീം വെതർ ഇവൻസിന് കാരണമാകുന്നു. അതോടൊപ്പം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനും ഇടയാക്കുന്നു. നെക്സ്റ്റ്, ലിസ്റ്റ് സം മിസ്റ്ററീസ് ഓഫ് നേച്ചർ ദാറ്റ് റിമെയിൻ അൺസോൾവ്ഡ്. ഇന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത, പരിഹരിക്കപ്പെടാത്ത പ്രകൃതിയിലെ ചില നിഗൂഢതകളെക്കുറിച്ച് പറയുക. അതിലൊരു ലിസ്റ്റ് തയ്യാറാക്കുക. Write a short note on any one of these mysteries. ഇത്തരത്തിലുള്ള നിഗൂഢതകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക, ഒരു ഷോർട്ട് നോട്ട് എഴുതുക. ഇന്നും ലോകത്ത് ഒട്ടനവധി മിസ്റ്ററീസ് അൺആൻസേർഡ്, ഉത്തരം കിട്ടാത്തതായി നിലനിൽപ്പുണ്ട്. ഉദാഹരണത്തിന് ദി ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്, ഭൂമിയിൽ ജീവന്റെ ആരംഭം. ഹൗ ബേർഡ്സ് ആൻഡ് ആനിമൽസ് സെൻസ് ഡയറക്ഷൻ ഡ്യൂറിംഗ് മൈഗ്രേഷൻ, ദേശാടന സമയത്ത് പക്ഷികളും മൃഗങ്ങളും എങ്ങനെയാണ് അവരുടെ ദിശ, ഡയറക്ഷൻ തിരിച്ചറിയുന്നത്. ദ സീക്രട്ട് ബിഹൈൻഡ് ഡീപ് സീ ക്രീച്ചേഴ്സ് ദാറ്റ് ഗ്ലോ ഇൻ ഡാർക്ക്നെസ്, കൂരിരുട്ടിൽ വെട്ടിത്തിളങ്ങുന്ന ആഴക്കടൽ ജീവികളുടെ പിന്നിലെ രഹസ്യം. ഹൗ സം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് വിതൗട്ട് സൗണ്ട്, എങ്ങനെയാണ് ചില സസ്യങ്ങളും മൃഗങ്ങളും ഭാഷയില്ലാതെ, ശബ്ദമില്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത്. ഇതൊക്കെ അൺആൻസേർഡ് ഓർ അൺസോൾവ്ഡ് മിസ്റ്ററീസ് ആണ്. ഇവിടെ നമ്മൾ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത് ദ മിസ്റ്ററീസ് ഓഫ് ആനിമൽ മൈഗ്രേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്
ഏതൊരു വിഷയത്തെക്കുറിച്ചും ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുമ്പോൾ ആ വിഷയത്തിന് ഏറ്റവും അനുയോജ്യമായ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ നൽകാൻ ശ്രമിക്കുക. ഇവിടെ നൽകിയിരിക്കുന്നത് ദ മിസ്റ്ററി ഓഫ് ആനിമൽ മൈഗ്രേഷൻ എന്നാണ്. എവറി ഇയർ many birds and animals travel thousands of kilometers to find food or escape harsh weather. ധാരാളം പക്ഷികളും മൃഗങ്ങളും ഓരോ വർഷവും ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്നു ഭക്ഷണത്തിന് വേണ്ടിയിട്ടും രൂക്ഷമായ പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയും. What surprises scientists is how they know exactly where to go, even without maps or compasses. സയന്റിസ്റ്റുകളെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എത്ര കൃത്യമായിട്ടാണ് ഈ പക്ഷികളും മൃഗങ്ങളും അവരുടെ ദിശ തിരിച്ചറിയുന്നത്. എന്നാൽ വിതൗട്ട് മാപ്സ് ഓർ കമ്പസസ്, മാപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ദിശാ സൂചികളോ ഒന്നുമില്ലാതെയാണ് അവർ അവരുടെ ഡയറക്ഷൻ തിരിച്ചറിയുന്നത്. ഇതാണ് സയന്റിസ്റ്റുകളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. Scientists believe they may use the position of the sun, stars and even the earth's magnetic field to find their way. ചില ശാസ്ത്രജ്ഞരെങ്കിലും വിശ്വസിക്കുന്നത് ഇത്തരം മൃഗങ്ങൾ സൂര്യനെയും നക്ഷത്രങ്ങളെയും ഭൂമിയുടെ തന്നെ കാന്തിക മണ്ഡലത്തെയും പൊസിഷൻ ചെയ്തുകൊണ്ടാണ്, അത് നിർണയിച്ചുകൊണ്ടാണ് അവരുടെ ദിശ തീരുമാനിക്കുന്നത് എന്നാണ്. Yet no one fully understands how they sense direction so accurately. എന്നാൽ ഒരു ശാസ്ത്രജ്ഞനും കൃത്യമായ ഒരു വിശദീകരണമില്ല എങ്ങനെയാണ് ഈ മൃഗങ്ങളും പക്ഷികളുമൊക്കെ ഇത്ര കൃത്യമായി അവരുടെ ദിശ നിർണയിക്കുന്നത് എന്ന കാര്യത്തിൽ. The secret behind animal migration remains one of nature's most amazing mysteries. അതുകൊണ്ട് തന്നെ ആനിമൽ മൈഗ്രേഷൻ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഈ ദേശാടനത്തിന് പിന്നിലുള്ള രഹസ്യം ഇന്നും ഏറ്റവും ആശ്ചര്യകരമായ, ഉത്തരം കിട്ടാത്ത പ്രകൃതിയുടെ ഒരു നിഗൂഢതയായി നിലനിൽക്കുന്നു. Now, activity 4. Look at the collage below. What is this collage about? Discuss. ഇവിടെ ഒരു ചിത്രം നൽകിയത് ശ്രദ്ധിക്കുക. ഇതിൽ വ്യത്യസ്ത വസ്തുക്കളാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കലാസൃഷ്ടി, ഇതാണ് കൊളാഷ് എന്നറിയപ്പെടുന്നത്. എ കൊളാഷ്, എ പീസ് ഓഫ് ആർട്ട് made by sticking various materials such as photographs and pieces of paper or fabric onto a hard surface. ഒരു ഹാർഡ് സർഫസിലേക്ക്, ഒരു ബോർഡിലേക്കോ അതല്ലെങ്കിൽ ഒരു ഹാർഡായ പ്രതലത്തിലേക്ക് വ്യത്യസ്ത വസ്തുക്കൾ, പരസ്പരം ബന്ധമില്ലാത്ത വേരിയസ് മെറ്റീരിയൽസ്, ഇതെല്ലാം ചേർത്ത് വെച്ച് ഒട്ടിച്ചു വെച്ചുണ്ടാക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് കൊളാഷ്. അതിൽ തുണിക്കഷ്ണങ്ങൾ, പേപ്പർ കഷ്ണങ്ങൾ, വ്യത്യസ്ത ചിത്രങ്ങൾ, ചില വസ്തുക്കൾ ഒക്കെ നമുക്ക് ഒട്ടിച്ചു വെക്കാവുന്നതാണ്. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത പല വസ്തുക്കൾ ചേർത്ത് വെച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു പീസ് ഓഫ് ആർട്ട്, ഇതാണ് കൊളാഷ്. വിദ്യാർത്ഥികൾ ആ വേർഡ് സ്പെല്ലിങ്ങോടുകൂടി അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. കൊളാഷ്. നൗ പ്രിപ്പയർ എ കൊളാഷ് ഓൺ റീസെന്റ് ഡിസാസ്റ്റേഴ്സ്. ഇത്തരത്തിൽ നമുക്ക് പലതരത്തിലുള്ള കൊളാഷ് നിർമ്മിക്കാം. ഈ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് അതിൻ്റെ ചിത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു കൊളാഷ് തയ്യാറാക്കുക. യു മേ കളക്ട് ന്യൂസ് ക്ലിപ്പിംഗ്സ് ആൻഡ് പിക്ചേഴ്സ് ഓൺ ദി ഇന്റർനെറ്റ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച ചിത്രങ്ങൾ, വാർത്തകൾ, ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് ഇന്റർനെറ്റിൽ നിന്നും ശേഖരിക്കാവുന്നതാണ്. യു മേ ഓൾസോ ഡ്രോ പിക്ചേഴ്സ് ഓഫ് യുവർ ഓൺ. നിങ്ങൾക്ക് സ്വന്തമായി ചിത്രങ്ങൾ വരച്ചും ഇത്തരം കൊളാഷിൽ ചേർക്കാവുന്നതാണ്. എക്സിബിറ്റ് ദ കൊളാഷ് ഇൻ യുവർ ക്ലാസ്. എന്നിട്ട് അത്തരമൊരു കൊളാഷ് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ദെൻ എന്താണ് ഈ കൊളാഷിൽ ഉൾപ്പെടുന്നത്? ലുക്ക് അറ്റ് ദ കൊളാഷ് ബിലോ. വാട്ട് ഈസ് ദിസ് കൊളാഷ് അബൌട്ട്? ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ കൊളാഷ് വിശദീകരിക്കുന്ന ഒരു പാസേജ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ പാസേജ് വായിക്കുക. ഈ ചിത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുക. ഒരുപക്ഷെ എക്സാമിൽ ഇത്തരത്തിലുള്ള ഇമേജ് അനാലിസിസ് ക്വസ്റ്റ്യൻസ്, ഒരു ചിത്രം നൽകി അത് വിശദീകരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. This collage portrays some remarkable scientific inventions and inventors. At the center, there is a bright light bulb, one of the greatest inventions in history. It not only gave light to the world, but also became a symbol of new ideas and creativity. ഈ കൊളാഷിൽ ചില പ്രധാനപ്പെട്ട ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും അത് നടത്തിയ ഇൻവെന്റേഴ്സ്, കണ്ടുപിടുത്തക്കാരെയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മധ്യഭാഗത്തായിട്ട് കത്തി നിൽക്കുന്ന ഒരു ലൈറ്റ് ബൾബ് കാണാം. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട
കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു അത്. ആ ഒരു കണ്ടുപിടുത്തം ലോകത്തിന് വെളിച്ചം നൽകിയെന്ന് മാത്രമല്ല, ഇറ്റ് ബിക്കെയിം എ സിമ്പിൾ ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. പുതിയ ആശയങ്ങളുടെ ഒരു സിമ്പിളായി അത് ഭവിക്കുകയും ചെയ്തു. Around it, we can see inventors, machines, cars, airplanes, the globe, and scientific tools. ആ ലൈറ്റ് ബൾബിന് ചുറ്റുമായി വ്യത്യസ്തരായ ഇൻവെന്റേഴ്സ്, ശാസ്ത്രജ്ഞരെ കാണാം. അതുപോലെ തന്നെ പലതരം മെഷീനുകളും, കാർ, എയർപ്ലെയിൻ തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ, ദ ഗ്ലോബ് ആൻഡ് സയന്റിഫിക് ടൂൾസ്, വ്യത്യസ്ത ശാസ്ത്രീയ ഉപകരണങ്ങൾ, ഗ്ലോബ് അടക്കം നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. These images show how science and technology have helped people progress and improve their lives. ഈ കൊളാഷിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശാസ്ത്രത്തിന്റെയും ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി എത്രമാത്രം മനുഷ്യ പുരോഗതിയെ സഹായിച്ചു എന്നതാണ്. The old photographs and newspaper clippings remind us of the brilliant minds who made these inventions possible. അതോടൊപ്പം തന്നെ പഴയ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ്, ഇതെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇത്തരം കണ്ടുപിടുത്തങ്ങൾക്ക് പിറകിൽ പ്രവർത്തിച്ച ബ്രില്യന്റ് മൈൻഡ്സ്, വളരെ ഉന്നതരായിട്ടുള്ള ബുദ്ധിശാലികളായിട്ടുള്ള ശാസ്ത്രജ്ഞർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ എത്രമാത്രം മനുഷ്യ പുരോഗതിക്ക് സഹായകരമായി എന്നുകൂടെയാണ്. ഇൻ ഷോർട്ട്, the collage celebrates human curiosity, creativity and the progress of science and invention through time. ചുരുക്കത്തിൽ ഈ കൊളാഷ് ആഘോഷമാക്കുകയാണ് മനുഷ്യന്റെ ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, കാര്യങ്ങളെക്കുറിച്ച് കണ്ടെത്താനുള്ള ജിജ്ഞാസ, ക്രിയേറ്റിവിറ്റി, അവരുടെ സിദ്ധി, കഴിവുകൾ, അതോടൊപ്പം ശാസ്ത്രത്തിന്റെ പുരോഗതി, ഇൻവെൻഷൻ ത്രൂ ടൈം, കാലങ്ങളിലൂടെ, വർഷങ്ങളിലൂടെ ശാസ്ത്രം കൈവരിച്ച നേട്ടങ്ങൾ, ഇതൊക്കെയാണ് കൊളാഷ് ചിത്രീകരിക്കുന്നത്. Here are a few simple and practical suggestions to help prevent or reduce the impact of natural calamities. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ പാടെ തടയാനുള്ള ചില പ്രായോഗികമായ ലളിതമായ നിർദ്ദേശങ്ങൾ ഇതാ ഇവിടെ നൽകുന്നു. Plant more trees to prevent soil erosion and landslides. Avoid deforestation to protect natural forests and wetlands. Build houses and roads scientifically, following safety and environmental rules. Stop dumping waste into rivers and drains to reduce flooding. Create awareness through education and community programs. Have proper warning systems to be prepared against all possible disasters. Next, Activity 5. The story of science is the story of inventions and discoveries that changed the world. ലോകത്തെ മാറ്റിമറിച്ച ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളും ആൻഡ് ഡിസ്കവറീസ്, കണ്ടെത്തലുകൾ, ഇവയുടെ കഥ തന്നെയാണ് ശാസ്ത്രത്തിന്റെയും കഥ. ഇവിടെ 3 ചിത്രങ്ങൾ നൽകിയത് ശ്രദ്ധിക്കുക. ആദ്യത്തത് ഒരു ഫയർ, അതൊരു ഡിസ്കവറിയാണ്. രണ്ടാമത്തത് വീൽ, ഒരു ഇൻവെൻഷൻ ആണ്. മൂന്നാമത്തത് ഒരു ലൈറ്റ് ബൾബ്, അതൊരു ഇൻവെൻഷൻ ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഈ 3 ചിത്രങ്ങളെ സംബന്ധിച്ചും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജസ്റ്റ് എ മിനിറ്റ് സ്പീച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. ആദ്യം ഫയർ. Good morning everyone. Today I am going to speak about fire, one of the earliest discoveries made by humans. It was not invented but discovered. വിദ്യാർത്ഥികൾ ഇവിടെ ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറി ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇൻവെൻഷൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി മനുഷ്യൻ പുതുതായി ഒരു കാര്യം കണ്ടുപിടിക്കുന്നതാണ്. ഡിസ്കവറി എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ഒരു പ്രതിഭാസത്തെ നാം കണ്ടെത്തുകയാണ്. തീ, ഫയർ എന്നുള്ളത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കാര്യമല്ല, മറിച്ച് നേരത്തെ ഉള്ള ഒരു പ്രതിഭാസത്തെ കണ്ടെത്തുകയായിരുന്നു, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് തിരിച്ചറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് നോട്ട് ഇൻവെന്റഡ് ബട്ട് ഡിസ്കവേർഡ്. Perhaps when lightning struck dry wood and caused it to burn. Fire changed human life completely. It helped people cook food, stay warm, and protect themselves from wild animals. Fire also became important in metal work, pottery, and energy production. However, fire can also be dangerous. Forest fires, explosions, and house fires destroy lives and nature. So, while fire is a powerful friend, it can become a deadly enemy if not handled carefully. Thank you. Next, the wheel.
Good morning, everyone. I'm here to speak about the wheel, one of the most important inventions in human history. The wheel was invented around 3500 BCE in Mesopotamia. It completely changed the way people lived. It made transport easier and faster, helping humans travel, trade, and explore new places. The wheel also led to machines, vehicles, and modern technology. However, too many vehicles today cause pollution and traffic jams, the negative sides of this great invention. The wheel reminds us how one simple idea can keep the world moving. Thank you. Now, the last one, the light bulb. Good morning, everyone. My topic is the light bulb. It was invented by Thomas Alva Edison in 1879. The light bulb brought brightness into people's lives and entered the long dark nights. It allowed people to study, work, and travel even after sunset. The invention of the light bulb marked the beginning of the modern age of electricity. However, using too much electricity can harm our environment. We must save power and use energy wisely. The light bulb truly symbolizes human creativity and progress. Thank you. Next, activity 6, cracking the code, the wonder of science. We use a number of gadgets in our daily life. Pick any gadget of your choice and describe its features. നാം നിത്യജീവിതത്തിൽ പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റിന്റെ ഫീച്ചേഴ്സ് വിശദീകരിക്കുക. ഹിയർ ഈസ് എ സാമ്പിൾ. ഇവിടെ ഒരു മോഡൽ നൽകിയത് ഒരു CCTV ക്യാമറയെക്കുറിച്ചാണ്. ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ക്യാമറ. ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ്. ഈ CCTV ക്യാമറക്ക് ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് ഉണ്ട്. നല്ല വ്യക്തതയാർന്ന ക്ലാരിറ്റിയുള്ള ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. നൈറ്റ് വിഷൻ. രാത്രിയും അതിൽ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. വൈഡ് വ്യൂ. വിശാലമായ ഒരു ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. വെതർ പ്രൂഫ്. വ്യത്യസ്തമായ കാലാവസ്ഥയിൽ മഴയിലും തണുപ്പിലും വെയിലിലുമൊക്കെ അത് അതിജീവിക്കും. Then now write the features of any of the following. ഇവിടെ നൽകിയിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഗാഡ്ജറ്റിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുക. GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അഥവാ നമ്മുടെ ലൊക്കേഷൻ നിർണ്ണയിക്കുന്ന ഒരു ഉപകരണം. സ്മാർട്ട് വാച്ച്, പ്രൊജക്ടർ. ഇതിലേതെങ്കിലും ഒരെണ്ണത്തെക്കുറിച്ച് അതിന്റെ ഫീച്ചേഴ്സ് വിശദീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവ മൂന്നിന്റെയും ഒരു ഫീച്ചേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് GPS. Real-time navigation shows your exact location instantly. Route guidance gives step-by-step directions to your destination. Traffic updates alerts about traffic jams and road conditions. Offline maps works without internet in some cases. Location sharing lets you share your location with others. Then features of a smartwatch. Time display shows time and date. Health monitoring tracks heart rate, steps, and sleep. Notifications alerts for calls, messages, and apps. Fitness tracking records exercises and calories burnt. Waterproof design can be worn while swimming or in rain. Next, features of a projector. Large display shows images or videos on a big screen. High brightness works well even in bright rooms. Portable design can be carried easily. Multiple inputs connects to laptops, phones, or USB drives. Adjustable display changes screen size and focus for clear viewing. Next, activity 7. We have learned that curiosity and observation are the important parameters of the scientific method. ഏതൊരു ശാസ്ത്രീയ രീതികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ളത് ക്യൂരിയോസിറ്റി ആൻഡ് ഒബ്സർവേഷൻ, ഈ രണ്ട് ഘടകങ്ങളാണെന്ന് നാം മനസ്സിലാക്കിയതാണ്. ലെറ്റ്സ് നൗ കണ്ടക്ട് എ സിമ്പിൾ എക്സ്പെരിമെന്റ് ആൻഡ് ഒബ്സർവ് ദ റിസൾട്ട്സ്. ഇനി നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തി അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഒബ്സർവ് ചെയ്യാം. ഡാൻസിങ് റേസിൻസ് എക്സ്പെരിമെന്റ് എന്നാണ് ഈ എക്സ്പെരിമെന്റ് പരീക്ഷണത്തിന്റെ പേര്. ഡാൻസിങ് റേസിൻസ്, നൃത്തം ചെയ്യുന്ന ഉണക്കമുന്തിരി.
മെറ്റീരിയൽസ് റിക്വയർഡ്, ഈ പരീക്ഷണത്തിന് ആവശ്യമായത് എ റൈസിൻസ്, അല്പം ഉണങ്ങിയ മുന്തിരി, ബി എ ഗ്ലാസ്, സി സോഡ ഓർ സ്പാർക്ലിംഗ് വാട്ടർ, സോഡ വാട്ടർ അല്ലെങ്കിൽ സ്പാർക്ലിംഗ് വാട്ടർ രണ്ടും ഒന്ന് തന്നെയാണ്, കാർബണേറ്റഡ് വാട്ടർ, ദെൻ ഡി വാട്ടർ, നോർമൽ വാട്ടർ. ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെയാണ് പരീക്ഷണം തുടങ്ങേണ്ടതെന്ന്. ആദ്യം ഹാഫ് ഫിൽ ദ ഗ്ലാസ് വിത്ത് സോഡ. Number 2, drop 5 to 7 raisins into the soda. Number 3, observe. Number 4, slowly pour water into the glass. ക്രമേണ നോർമൽ വെള്ളം ആ സോഡ വെള്ളത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. Then number 5, observe what happens. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക. ഈ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, now prepare a detailed procedure of your experiment. നിങ്ങളുടെ ഈ പരീക്ഷണത്തിന്റെ ഒരു ഡീറ്റെയിൽ വിശദീകരണം തയ്യാറാക്കുക. ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസസ് ആർ ഗിവൺ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആദ്യ സെന്റൻസും അവസാന സെന്റൻസും നൽകിയിട്ടുണ്ട്. യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ്, സെന്റൻസുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ അനുയോജ്യമായ ലിങ്കേഴ്സ്, കണക്റ്റിംഗ് വേർഡ്സും ഉപയോഗിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ പരീക്ഷണത്തിന്റെ പുരോഗതി ഇവിടെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ദെൻ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ള റിസൾട്ടും ഇവിടെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. വായിച്ചു നോക്കാം. ഫസ്റ്റ്, ഹാഫ് ഫിൽ ദ ഗ്ലാസ് വിത്ത് സോഡ. ആഡ് സം റൈസിൻസ് ടു ദ കാർബണേറ്റഡ് സൊല്യൂഷൻ. കാർബണേറ്റഡ് സൊല്യൂഷൻ മീൻസ് സോഡ വാട്ടർ. കെയർഫുള്ളി വാച്ച് ദ റൈസിൻസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് നോട്ടീസ് വാട്ട് ഹാപ്പൻസ്. You will see the raisins moving up and down in soda. സോഡ വെള്ളത്തിൽ റൈസിൻസ് ഇട്ടപ്പോൾ അത് മുകളിലോട്ടും താഴോട്ടും ഡാൻസ് ചെയ്യുന്ന പോലെ സഞ്ചരിക്കുന്നത് കാണാവുന്നതാണ്. നെക്സ്റ്റ്, slowly pour water into the glass without disturbing the raisins too much. ക്രമേണ നോർമൽ വാട്ടർ ആ സോഡ വെള്ളത്തിലേക്ക് അല്പാൽപമായി ഒഴിച്ചു കൊടുക്കുക, കൂടുതൽ റൈസിൻസിനെ ഇളക്കാതെ. This will change the behavior of the raisins. ആ റൈസിൻസിന്റെ ഇപ്പോഴത്തെ അതിന്റെ പെരുമാറ്റം, അതിന്റെ ബിഹേവിയർ മാറ്റം സംഭവിക്കുന്നത് കാണാവുന്നതാണ്. ഫൈനലി ഒബ്സർവ് ദ റൈസിൻസ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അല്പം കൂടെ നിമിഷ നേരത്തേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് റൈസിൻസിനെ വേണ്ട വിധം നിരീക്ഷിക്കുക. ഇതാണ് എക്സ്പെരിമെന്റ് പ്രോസസ്. ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ള റിസൾട്ട് കൂടെ വിശദീകരിക്കുക. നൗ ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻസ് ടു ദ റൈസിൻസ് വെൻ യു പോർ വാട്ടർ ഇൻ ടു ദ ഗ്ലാസ്. ആ ഗ്ലാസ്സിലേക്ക് നോർമൽ വാട്ടർ ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വിശദീകരിക്കുക. വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇപ്പോഴുണ്ടാകുന്ന മാറ്റം സംഭവിക്കുന്നത്? റൈറ്റ് യുവർ എക്സ്പ്ലനേഷൻസ് ഇൻ 2 or 3 sentences. നിങ്ങളുടെ വിശദീകരണം 1 or 2 സെന്റൻസുകളിൽ വിശദീകരിച്ചാൽ മതിയാകും. വെൻ യു പോർ വാട്ടർ ഇൻ ടു ദ ഗ്ലാസ്, നോർമൽ വാട്ടർ ആ സോഡ വാട്ടറിലേക്ക് ഒഴിക്കുമ്പോൾ, ദ റൈസിൻസ് സ്റ്റോപ്പ് ഡാൻസിങ്. അതിലെ റൈസിൻസ്, അതിന്റെ ആ സഞ്ചാരം, അതിന്റെ ഇളക്കം നിലക്കുന്നു, അത് നിശ്ചലമാകുന്നു. ആൻഡ് സിങ്ക് ടു ദ ബോട്ടം, എന്നൊരു ഗ്ലാസിന്റെ അടിയിലേക്ക് അത് മുങ്ങിപ്പോകുന്നു. ദിസ് ഹാപ്പൻസ് ബിക്കോസ് സോഡ കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് ബബിൾസ്. ഇത് സംഭവിക്കുന്നതിന്റെ കാരണം നോർമൽ സോഡ വാട്ടറിൽ ധാരാളം കാർബൺ ഡയോക്സൈഡ് ബബിൾസ് ഉണ്ടായിരിക്കും. ദാറ്റ് അറ്റാച്ച് ടു ദ റഫ് സർഫേസ് ഓഫ് ദ റൈസിൻസ്. ആ ഉണക്കമുന്തിരിയുടെ റഫ് സർഫസിലേക്ക്, അതിന്റെ ഉപരിതലത്തിൽ ഇത്തരം കാർബൺ ഡയോക്സൈഡ് ബബിൾസ് പറ്റിപ്പിടിച്ചിരിക്കും. മേക്കിംഗ് ദം റൈസ്. ആ റൈസിൻസ് മുന്തിരിയെ വെള്ളത്തിൽ അഥവാ സോഡ വാട്ടറിൽ ഉയർത്തി നിർത്തിക്കൊണ്ട് അത് താഴ്ന്നു പോകാതെ സംരക്ഷിക്കുന്നത് ഈ കാർബൺ ഡയോക്സൈഡ് ബബിൾസ് ആയിരിക്കും. ആഡിങ് വാട്ടർ റിഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കാർബൺ ഡയോക്സൈഡ്. ആ സോഡ വാട്ടറിലേക്ക് നാം നോർമൽ വാട്ടർ ചേർക്കുമ്പോൾ അതിന്റെ ആ സോഡ കണ്ടന്റ്, അതിന്റെ കാർബണേറ്റഡ് കണ്ടന്റ്, അത് കോൺസെൻട്രേഷൻ, അതിന്റെ ആ ശക്തി ചുരുങ്ങിപ്പോകുന്നു, കുറഞ്ഞു പോകുന്നു. സോ ഫ്യൂവർ ബബിൾസ് ഫോം. ഇപ്പോൾ കുറച്ച് മാത്രമേ കാർബൺ ഡയോക്സൈഡ് ബബിൾസ് ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ദ റൈസിൻസ് നോ ലോnger ഫ്ലോട്ട്. അതുകൊണ്ട് തന്നെ റൈസിൻസ് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ അതിന് സാധ്യമാകാതെ വരുന്നു, അത് താഴേക്ക് പതിച്ചു പോകുന്നു. ഇത്രയുമാണ് ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്, അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇതെല്ലാം വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അവരുടെ വരും എക്സാമുകളിൽ ഉപകാരപ്പെടും.
ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.